പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, AKPCTA ആവിഷ്കരിച്ച ഇ ടീച്ചിംഗ് പദ്ധതിയുടെ സംസ്ഥാന മേഖലാതല പരിശീലന പരിപാടികൾക്ക് ശേഷം മൂന്നാം ഘട്ടമായ ഐ ടീച്ച് അടയാത്ത ക്ലാസ് മുറികൾ തുടരുന്ന വിദ്യാഭ്യാസം പരിപാടി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിച്ച് ഈ കണ്ടന്റുകൾ നിർമ്മിച്ച് ബോധന രീതികൾ കാലോചിതമായി പരിഷ്കരിച്ച ഈ സംരംഭം ഉപയോഗിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ചരിത്രത്തിലാദ്യമായി ഒരു മഹാമാരിയെ പ്രതിരോധിക്കാനായി ലോകവ്യാപകമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയതിൽ വിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടുന്നു. ലോക്ക്ഡൗൺ കാലത്ത് കോളേജുകൾ അടച്ചിടേണ്ടി വന്നപ്പോൾ ലേൺ ഇൻ ലോക്ക്ഡൗൺ എന്ന ബദൽ ഓൺലൈൻ അധ്യയനം വിദ്യാർത്ഥികളെ സഹായിക്കാനായി AKPCTA ആവിഷ്കരിച്ച ഒരു വിപുലമായ പദ്ധതിയായിരുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അടക്കം പ്രശംസിച്ചൊരു പരിപാടിയായി അത് മാറി. കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാല മേഖലകളിൽ 1000-ലധികം അധ്യാപകർ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ക്ലാസുകൾ കൈകാര്യം ചെയ്തു. 1,00,000-ലധികം വിദ്യാർത്ഥികൾ ലേൺ ഇൻ ലോക്ക്ഡൗൺ പ്രോഗ്രാമിന്റെ ഭാഗമായ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് തികച്ചും അഭിമാനമേകുന്ന ഒരു വസ്തുതയാണ്. യഥാർത്ഥ ക്ലാസുകൾക്ക് പകരമാവില്ല എങ്കിലും അസാധാരണമായ ഈ സാഹചര്യത്തിൽ ചെയ്യാവുന്ന ഒരു ക്രമീകരണം എന്ന നിലയിലാണ് AKPCTA അന്ന് ഈ പദ്ധതിയെ സംസ്ഥാന വ്യാപകമായി നടത്തിയത്. എന്നാൽ ഇത്തരത്തിലുള്ള ക്ലാസുകൾക്കായി അധ്യാപകരെ വേണ്ട നിലയിൽ സജ്ജരാക്കാനുള്ള ഒരു ഔദ്യോഗിക സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും ഇതിനുള്ള ആലോചനകൾ ക്രൈസിസ് മാനേജ്മെന്റ് പ്രോട്ടോക്കോളിന്റെ ഭാഗമായി ഉരുത്തിരിയേണ്ടതുണ്ട് എന്ന ആലോചന വന്നപ്പോഴാണ് AKPCTയുടെ സംസ്ഥാന കമ്മിറ്റി ഈ ടീച്ചിംഗ് പ്രോഗ്രാം ആവിഷ്കരിച്ചത്. ബഹുമാനപ്പെട്ട കേരള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീലാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഒന്നാം ഘട്ടം സംസ്ഥാന തലത്തിൽ മെയ് 8 മുതൽ 10 ദിവസത്തേക്കും രണ്ടാം ഘട്ടം സർവകലാശാലാ തലത്തിൽ മെയ് 20 മുതൽ 10 ദിവസത്തേക്കും ആവിഷ്കരിക്കപ്പെട്ടു. ഈ പരിപാടി ഇന്നു മുതൽ 10 ദിവസത്തേക്ക് ജില്ലാ തലത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 2 ഘട്ടത്തിലും AKPCTA അംഗങ്ങൾ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതെങ്കിലും ഈ ഘട്ടം മുതൽ അങ്ങോട്ട് AKPCTA അംഗങ്ങൾ അല്ലാത്തവർക്കും ഗസ്റ്റ് ലെക്ചറർമാർക്കും സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക സുഹൃത്തുക്കൾക്കും വിദ്യാഭ്യാസ പ്രേമികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ജനകീയ ബദൽ വിദ്യാഭ്യാസ പദ്ധതിയാകുന്നു. AKPCTA സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ പരിപാടിയുടെ ലേൺ ഇൻ ലോക്ക്ഡൌണിന്റെയും അതുപോലെ തന്നെ ഈ ടീച്ചിംഗ് പ്രോഗ്രാമിന്റെയും സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ പ്രൊഫസർ R. ഇന്ദുലാലാണ് ഇന്നത്തെ പരിപാടിക്ക് സ്വാഗതമോതുന്നത്. സ്വാഗത ഭാഷണത്തിനായി പ്രൊഫസർ R. ഇന്ദുലാലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, COVID-19 പശ്ചാത്തലത്തിൽ ലോകം ആസകലം ഒരു ലോക്ക്ഡൌണിലേക്ക് പോയ സാഹചര്യമാണ് എന്ന് നമുക്കേവർക്കും അറിയാം. ഇങ്ങനെ ഒരു സമയത്ത് ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ള വിദ്യാഭ്യാസ പദ്ധതികളെല്ലാം താൽക്കാലികമായെങ്കിലും തടയപ്പെടും എന്ന സാഹചര്യം നമുക്ക് മുൻകൂട്ടി കാണേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ സ്വകാര്യ കോളേജ് അധ്യാപകരുടെ ഏറ്റവും പ്രമുഖ സംഘടന എന്ന് പറയാവുന്ന AKPCTA കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് തീരാനുണ്ടായിരുന്ന പോർഷനുകൾ പഠിപ്പിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിൽ ലേൺ ഇൻ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ലേൺ ഇൻ ലോക്ക്ഡൗൺ പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു. ഏതാണ്ട് 4 സർവകലാശാലകളിലുള്ള 200ഓളം ഓൺലൈൻ ക്ലാസ് മുറികൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ 1.25 ലക്ഷത്തോളം പാർട്ടിസിപ്പൻസിന് ക്ലാസുകൾ നൽകാൻ
AKPCTയെ കൊണ്ട് സാധിച്ചു. ഈ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ കോളേജ് അധ്യാപകരുടെ ഇടയിൽ ഓൺലൈൻ ക്ലാസുകൾ എടുക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ട പരിശീലനം നൽകണം എന്ന് AKPCTA തീരുമാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ടീച്ചിങ് വിത്ത് AKPCTA എന്ന പേരിലൊരു പദ്ധതി സംഘടന ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും മെയ് മാസം 8-ാം തീയതി മുതൽ അതിന്റെ പ്രാഥമിക ഘട്ടത്തിലുള്ള പരിശീലനം നൽകുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ അടുത്ത ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട പരിശീലകരെയാണ് പ്രാഥമികമായി പരിശീലിപ്പിച്ചത്. ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 22ഓളം അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് 1700ഓളം അധ്യാപകർക്ക് പരിശീലനം നൽകി. ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് 3-ാം ഘട്ടമാണ്. ഈ ഘട്ടത്തിലൂടെ കേരളത്തിലുള്ള കോളേജുകളിലെ ഗസ്റ്റ് അധ്യാപകർ, സ്വാശ്രയ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ, സർക്കാർ കോളേജുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ, ഗവേഷണ വിദ്യാർത്ഥികൾ, PG വിദ്യാർത്ഥികൾ, അങ്ങനെ വൈകാതെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അധ്യാപകരായി കടന്നുവരാനിടയുള്ള വ്യക്തികൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 3-ാം ഘട്ടത്തിലെ ക്ലാസുകൾ, പരിശീലന പരിപാടി നടത്തുന്നത്. അടിസ്ഥാനപരമായി നമ്മുടെ ഉദ്ദേശം ഒരു ദുരന്ത കാലത്ത് വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യമുണ്ടായാൽ വിദ്യാർത്ഥികളുടെ അധ്യയനം മുടങ്ങാത്ത രീതിയിൽ താൽക്കാലികമായി അത്യാവശ്യം വിദ്യാഭ്യാസ പരിപാടി തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്ന സാങ്കേതിക ജ്ഞാനം മുഴുവൻ അധ്യാപകർക്കും ഉണ്ടാവുക. തങ്ങൾക്ക് സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകാൻ ഇടയാവാതെ വരിക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ AKPCTA മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതാണ് നമ്മളുടെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ടാണ് വളരെ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പരിശീലന പരിപാടി, തികച്ചും സൗജന്യമായ, തികച്ചും സ്വന്തം ഇഷ്ടപ്രകാരം അധ്യാപകർ ചേരുന്ന വ്യാപകമായ ഒരു പരിശീലന പരിപാടിക്ക് സംഘടന തുടക്കം കുറിച്ചത്. അതിന്റെ ഈ 3-ാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് 15 ക്ലാസ് മുറികൾ, 200 അധ്യാപകർ വീതം, അങ്ങനെ ഏതാണ്ട് 3000-ഓളം അധ്യാപകരെയാണ് ആദ്യത്തെ ഒരു ഗണത്തിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ തീർച്ചയായും ഇതിന്റെ രജിസ്ട്രേഷൻ തുടരും. കുറച്ച് ദിവസം കൂടി നമ്മൾ തുടരും. അങ്ങനെ വരുന്ന അധ്യാപകരെ കൂടി പരിശീലിപ്പിക്കാൻ വേണ്ട സൗകര്യം നമുക്കിപ്പോഴുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുഴുവൻ കോളേജ് അധ്യാപകരിലേക്കും കേരളത്തിലെ മുഴുവൻ അധ്യാപകരിലേക്കും ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠിപ്പിക്കുന്നതിനുള്ള, അധ്യയനം തുടരുന്നതിനുള്ള ശേഷി എത്തിക്കുകയും അങ്ങനെ ഒരു പക്ഷേ 5-6 മാസം നീണ്ടുപോയേക്കാവുന്ന ഒരു ലോക്ക്ഡൌൺ കാലമുണ്ടായാലും അത് വിദ്യാർത്ഥികളുടെ അധ്യയനത്തിനെ ബാധിക്കാതെ സൂക്ഷിക്കാനും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് കഴിയണം. അതിന്റെ ഏറ്റവും പ്രധാന പങ്കാളികളായിട്ട് കേരളത്തിലെ അധ്യാപകർ മാറണം എന്നുള്ള സവിശേഷമായ ഉദ്ദേശമാണ് സംഘടനയ്ക്കുള്ളത്. ഇതിൽ പങ്കാളികളായ നിങ്ങൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ദൗത്യത്തിലെ പങ്കാളികളാണ്. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഞങ്ങളോടൊപ്പം ചേരാൻ കാണിച്ച സന്മനസ്സിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം AKPCTAയ്ക്ക് വേണ്ടി ഈ പദ്ധതിയുടെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്ന എന്റെ ഔപചാരികമായ കർത്തവ്യം ഞാൻ നിർവഹിക്കുകയാണ്. ഇതിന്റെ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരിൽ ഏറെ പ്രമുഖനും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സജീവ പ്രവർത്തകനും ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ B. ഇക്ബാലാണ്.
അദ്ദേഹം നമ്മുടെ ഈ ടീച്ചിങ് പദ്ധതിയുമായി ഇതിന്റെ തുടക്കം തൊട്ട് തന്നെ വളരെ സ്നേഹത്തോടെ സഹകരിക്കുന്ന ആളാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളിലൊന്ന് എടുത്ത് തന്ന ആൾ കൂടിയാണ്. പൊതുവെ ഇത്തരം പ്ലാറ്റ്ഫോമുകളെ പറ്റിയുള്ള വളരെ ആഴത്തിലുള്ള അറിവുള്ള ഇക്ബാൽ സാറ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് വളരെ ഹാർദമായി AKPCTക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പദ്ധതിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മളോട് സഹകരിക്കുന്നത് കേരളത്തിലെ പ്രമുഖമായ 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരാണ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ, കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് എന്നീ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണരെ ഈ യോഗത്തിൽ പങ്കെടുത്ത് ഈ പദ്ധതിക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയതിൻ്റെ പേരിൽ വളരെ നന്ദി അറിയിച്ചുകൊണ്ട് അവരെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പദ്ധതിയുടെ ഭാഗമായി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതിൻ്റെ ഗുണഭോക്താക്കളായി എത്തിയിരിക്കുന്ന മുഴുവൻ അധ്യാപക വിദ്യാർത്ഥികളെയും മുഴുവൻ വ്യക്തികളെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ AKPCT എന്ന സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും ഈ പഠന പരിശീലന പരിപാടിയിൽ വളരെ നല്ല രീതിയിൽ പങ്കെടുക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. AKPCTയുടെ സംസ്ഥാന പ്രസിഡന്റും ഐഫെക്ടോ ദേശീയ സെക്രട്ടറിയുമായ ഡോക്ടർ C. പത്മനാഭനാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ. ഡോക്ടർ C. പത്മനാഭൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോക്ക്ഡൗൺ കാലത്ത് കേരളത്തിലെ എയ്ഡഡ് കോളേജ് അധ്യാപക സംഘടനയായ AKPCTയെ ആവിഷ്കരിച്ച 2 പ്രധാന പദ്ധതികളാണ് ലേൺ ഇൻ ലോക്ക്ഡൗൺ വിത്ത് AKPCTA എന്ന അധ്യയന പരിപാടി, അതിനുശേഷം ടീച്ചിങ് എന്ന അധ്യാപക പരിശീലന പരിപാടി. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോവിഡ് ഭീഷണിയിൽ ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുക എന്നുള്ള ലളിതമായ യാഥാർത്ഥ്യം മാത്രമല്ല അവിടെയുള്ളത്. മറിച്ച് ഈ രംഗത്തേക്ക് കാലാകാലങ്ങളായി വരാൻ ആഗ്രഹിക്കുന്ന വൻകിട വിദ്യാഭ്യാസ കോർപ്പറേറ്റ് കമ്പനികൾ ഇതൊരവസരമായി കണ്ടുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സർവകലാശാലകളെയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അധ്യാപകരെയും എല്ലാം തന്നെ തട്ടിമാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കുത്തകാവകാശം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ളൊരു പ്രതിരോധമെന്ന നിലയിലാണ് കേരളത്തിലെ മുഴുവൻ അധ്യാപകരും ടീച്ചിങ്ങിൽ പ്രാവീണ്യം നേടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ അധ്യാപക സംഘടന ടീച്ചിങ് കോഴ്സ് ആവിഷ്കരിച്ചത്. നമ്മുടെ പരിമിതങ്ങളായ വിഭവങ്ങളുമായി നാം നേരത്തെ ആരംഭിച്ച ലേണിംഗ് കോഴ്സ് ലേൺ ഇൻ ലോക്ക്ഡൗൺ വിത്ത് AKPCT എന്ന കോഴ്സ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടു കൂടി വൻ വിജയമായി തീർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അധ്യാപകർക്ക് കൂടുതൽ പരിശീലനം നൽകേണ്ടതുണ്ട് എന്നും ഓൺലൈൻ കോഴ്സുകൾ എടുക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട് എന്നും AKPCT തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലത്തിൽ സംഘടനാ നേതാക്കളും സംസ്ഥാനതല പരിശീലകരും പങ്കെടുത്തുകൊണ്ടുള്ള സംസ്ഥാനതല ക്ലാസ് നമ്മുടെ ആദരണീയനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചത്. അതിനുശേഷം മേഖലാതലത്തിൽ AKPCTയുടെ ഏതാണ്ട് എല്ലാ അംഗങ്ങൾക്കും ടീച്ചിങ്ങിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ ഇത്തരം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കി മാറ്റുകയുണ്ടായി സംഘടന. ഇപ്പോൾ അതിൻ്റെ 3ാം ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ടീച്ച് അഥവാ അടയാത്ത ക്ലാസ് മുറികൾ, തുടരുന്ന വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യത്തോടുകൂടി ഈ കോവിഡ് കാലത്ത് എല്ലാ പ്രതിസന്ധികളെയും തട്ടിമാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസ പ്രക്രിയയെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്
ഈ ടീച്ചിങ്ങിൻ്റെ 3-ാം ഘട്ടമാണ് AKPCTA ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കേരളത്തിലെ ഇത്തരം കോഴ്സുകളിൽ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു അധ്യാപകനും പങ്കാളിയാകാവുന്നതാണ്. ഞങ്ങൾ ഇതിൻ്റെ പ്രചരണം വലിയ തോതിൽ നടത്തുകയും മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും ഈ കോഴ്സിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായി മികച്ച റിസോഴ്സ് പേഴ്സൺസിനെ അണിനിരത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, 2-ാം ഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി തന്നെ അധ്യാപകരുടെ താൽപ്പര്യം വൻതോതിൽ ഈ കോഴ്സിൻ്റെ സംഘാടകർക്ക് പ്രചോദനവും പ്രേരണയുമായിട്ട് മാറുകയുമുണ്ടായി. ഇന്നിപ്പോൾ 3-ാം ഘട്ടത്തിൽ സംഘടന പ്രതീക്ഷിക്കാതിരുന്ന തരത്തിലുള്ള എൻറോൾമെൻറ്റാണ് ഈ കോഴ്സിനുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ സംഘാടനങ്ങളെല്ലാം പൂർത്തിയായി ഇന്ന് ഈ കോഴ്സ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഒരുപോലെ ആദരണീയനായ പ്രവർത്തകനായിട്ടുള്ള കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗവുമായിട്ടുള്ള ഡോക്ടർ ബി ഇക്ബാലാണ് ഇന്ന് ഈ കോഴ്സിൻ്റെ 3-ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പമുള്ളത്. ഈ കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിലെ കോളേജ് മേഖലയിലും സ്കൂൾ മേഖലയിലും എയ്ഡഡ് കോളേജ് മേഖലയിലും സർവകലാശാല മേഖലയിലും ഗവൺമെൻറ് കോളേജ് മേഖലയിലുമെല്ലാമുള്ള ആയിരക്കണക്കിന് അധ്യാപകർ തയ്യാറായി നിൽക്കുകയാണ്. AKPCTA സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിർവഹിക്കുന്നത് ഒരു ചരിത്രപരമായ ദൗത്യമാണ്. ഇത്തരം വിദ്യാഭ്യാസ പരിഷ്കാര ദൗത്യങ്ങളുടെ ഒരു വലിയ ചരിത്രം AKPCTA എന്ന സംഘടനയ്ക്കുണ്ട്. ആ ചരിത്രത്തോടാണ് ഇന്നിപ്പോൾ AKPCTA നീതി പുലർത്തുന്നത്. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഇതിൽ പങ്കാളികളാവുന്ന മുഴുവൻ പഠിതാക്കളെയും AKPCTAയുടെ സംസ്ഥാന സമിതിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കാനും ഈ കോഴ്സിൻ്റെ ഭാഗമായി ലഭിച്ച അറിവുകൾ വിദ്യാർത്ഥികൾക്കായി പ്രയോജനപ്പെടുത്താനും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്കും കോർപ്പറേറ്റുകളുടെ കടന്നുവരവിനെ ചെറുത്തു നിൽക്കാൻ ഇത്തരം അറിവിനെ ആയുധമാക്കി ഉപയോഗിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗവും കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബി ഇക്ബാലാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സമീപകാലത്തായി കേരള സർക്കാർ നിയമിച്ച 6-അംഗ ഉന്നത വിദ്യാഭ്യാസ സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് പ്രിയങ്കരനായ ഇക്ബാൽ സർ. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ വളരെ സജീവമായി അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ആരോഗ്യമേഖലയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ കോവിഡ് പ്രതിരോധ മേഖലയിലെ സജീവ സാന്നിധ്യമായ ഡോക്ടർ ബി ഇക്ബാലിനെ ബഹുമാനപൂർവ്വം ഉദ്ഘാടന ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നമസ്കാരം. AKPCTA സംഘടിപ്പിച്ചു വരുന്ന ഓൺലൈൻ ടീച്ചിങ് പരിപാടിയുടെ 3-ാം ഘട്ട പരിശീലനം ഇന്ന് ആരംഭിക്കുകയാണ്. ടീച്ച് അടയാത്ത ക്ലാസ് മുറികൾ തുടരുന്ന വിദ്യാഭ്യാസം എന്ന ആകർഷകമായ തലക്കെട്ടിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്ന ഏറ്റവും അർത്ഥവത്തായ പ്രവർത്തനമാണ് AKPTA സംഘടിപ്പിച്ച ഈ ലേണിംഗ് പരിപാടി. 10 മോഡ്യൂളുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ 80 സംഘടനാ നേതാക്കൾക്കാണ് പരിശീലനം നൽകിയത്. തുടർന്ന് സംഘടനയിലുള്ള എല്ലാ അംഗങ്ങൾക്കും 2000-ഓളം പേർക്ക് പരിശീലനം നൽകി. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 8000-ഓളം അധ്യാപക സുഹൃത്തുക്കൾ ഈ ലേണിംഗ് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ പരിപാടിയുടെ തുടർ പരിപാടികൾ കൂടി ആവിഷ്കരിക്കാൻ ഈ അവസരത്തിൽ നമ്മൾ ആലോചിച്ച് തുടങ്ങേണ്ടതാണ്. കാരണം വിവരസാങ്കേതികവിദ്യ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ രീതി കേരളത്തിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ AKPCTA മുൻകൈ എടുത്തിട്ടുള്ളത്. AKPCTAയുടെ പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണത്തിന് വേണ്ടിയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ളൊരു സംഘടനയാണ് AKPCTA. ആ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ലേണിംഗ് പദ്ധതിയെ ഞാൻ കാണുന്നത്. പക്ഷേ ഇനി തുടർന്ന് നടത്താൻ പോകുന്ന പ്രവർത്തന പരിപാടികളിൽ ചില നിർദ്ദേശങ്ങളും എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. അപ്പോൾ ഈ 10 മോഡ്യൂളും പ്രധാനമായിട്ടും ഈ അധ്യാപകർക്കുള്ള പരിശീലനമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.
ഈ IT അധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സവിശേഷത എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, അത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് പാരസ്പര്യത്തോടു കൂടി പഠിക്കാനുള്ള ഇൻട്രാക്റ്റീവ് ലേണിംഗ്, അതിനുള്ള സാധ്യത ഇത് തുറക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അധ്യാപകർക്കുള്ള ഈ 10 മോഡ്യൂൾ പരിശീലനം കഴിഞ്ഞാൽ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ മോഡ്യൂളുകളും കൂടെ തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശീലനത്തിനായി കുറേ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും അങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന മോഡ്യൂളുകൾ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനമാണ്, ഈ ലോക്ക്ഡൗൺ കാലം കഴിഞ്ഞ് കോളേജുകൾ തുറന്ന് അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഇന്നിപ്പോൾ AKPCT നൽകിയ ഈ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജുകളിൽ ഇത് നടപ്പിലാക്കാൻ ധാരാളം പ്രതിബന്ധങ്ങളുണ്ട്. അത് മാറ്റാനുള്ള ശ്രമവും AKPCT ഏറ്റെടുക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ കോളേജുകളിലില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലൊക്കെ ITI സ്കൂളിൻ്റെയും കൈറ്റിൻ്റെയും ഭാഗമായി ഏതാണ്ട് 45,000 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായി മാറിയിരിക്കുകയാണ്. നമുക്ക് ITI വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സ്മാർട്ട് കോളേജുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിക്കണം. അതിനുള്ള നിർദ്ദേശങ്ങൾ AKPCT നൽകണം. നമ്മുടെ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ITI അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ നമുക്ക് കഴിയണം. കോളേജ് ക്യാമ്പസുകളിൽ തന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത് കണക്ടിവിറ്റി വേണം, വൈഫൈ കണക്ഷൻ വേണം. അതുപോലെ തന്നെ ക്ലാസ് മുറികളിൽ ഇതിനു വേണ്ട അനുബന്ധ ഉപകരണങ്ങൾ ലഭ്യമാക്കണം, സംവിധാനങ്ങൾ ലഭ്യമാക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ്. തന്നെയല്ല, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് വിവരസാങ്കേതിക വിദ്യ വന്ന കാലം തൊട്ട് തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്, ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ള പേരിൽ. കാരണം നമ്മുടെ വിദ്യാർത്ഥികളിൽ, പ്രത്യേകിച്ച് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് കൂടുതലായിട്ട് അവിടെ എത്തുന്നത്. സാമൂഹികമായും സാമ്പത്തികമായും അത് നമ്മൾ മനസ്സിലാക്കണം. പ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽപ്പെട്ട കുട്ടികളാണ് അവിടെ എത്തുന്നത്. അവരിലെ ഒരു വലിയൊരു ശതമാനത്തിന് ഇത്തരം സാങ്കേതിക വിദ്യകൾ അവർക്ക് ലഭ്യമായിരിക്കാൻ സാധ്യത കുറവാണ്. പല പഠനങ്ങളും അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ടാബ്ലറ്റ് PCകൾ ലഭ്യമാക്കണം, അവർക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണം, ഡേറ്റ ചാർജ് കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം വേണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ സഹായിക്കാനുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയൂ. അതുപോലെ വീട്ടിനുള്ളിൽ ഈ സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പൊതു ഇടങ്ങളിൽ നമുക്കത് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് 7,000-ഓളം വായനശാലകളുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഈ പദ്ധതി സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഉന്നയിക്കാനുള്ളത്, നമുക്ക് ITI സ്കൂൾ വർഷങ്ങളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇന്നിപ്പോൾ അത് കൈറ്റായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കൈറ്റിലൂടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നത്. പക്ഷേ സമാനമായ ഒരു പദ്ധതി കോളേജുകളിലില്ല. ഈ ITI സ്കൂളിനെ ITI എഡ്യൂക്കേഷൻ ആയിട്ട് വികസിപ്പിച്ച് കോളേജുകളെ കൂടെ അതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ AKPCTയെ IT അധിഷ്ഠിത വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച സമഗ്രമായ ഒരു പദ്ധതി സർക്കാരിന് സമർപ്പിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇന്നിപ്പോൾ കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇത് സംബന്ധിച്ചൊരു രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അതും കൂടി പരിശോധിക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ ഗുണനിലവാരത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സഹായകരമായ രീതിയിൽ ഈ IT അധിഷ്ഠിത വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ അത് പറയുമ്പോൾ ഒരു കാര്യം ജാഗ്രതപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനർത്ഥം നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസ രീതികൾ, ഇതുവരെ നമ്മളെ പിന്തുടർന്നു വരുന്ന വിദ്യാഭ്യാസ രീതികളൊക്കെ അപ്രസക്തമാകുന്നു എന്നുള്ളതല്ല. ആ വിദ്യാഭ്യാസ രീതികളെ പരിപോഷിപ്പിക്കുന്ന രൂപത്തിൽ, പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വികസിപ്പിച്ചെടുക്കാനുള്ളത്. AKPCTയുടെ പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ നവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഈ
കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച മാറ്റം വരുത്താൻ പോകുന്ന ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്കാണ് അതിൻ്റെ അവകാശവും ചുമതലയും. അത് നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. ഈ 3ാം ഘട്ട പരിശീലനത്തിനായി എത്തിയിട്ടുള്ള എല്ലാ അധ്യാപക പഠിതാക്കളെയും ഞാൻ ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വളരെ വിജയകരമായി നടത്തി വരുന്ന AKPCTയിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അവരോടുള്ള അഭിനന്ദനങ്ങൾ, അതോടൊപ്പം അവരോടുള്ള ആദരവും ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. നമസ്കാരം. കണ്ണൂർ കാലിക്കറ്റ് MG സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരും ഈ പരിപാടിക്ക് ആശംസാ സന്ദേശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഈ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ സാറിനെ ക്ഷണിക്കുന്നു. കോവിഡ്-19 എന്ന മഹാമാരിയെ പ്രതിരോധിക്കാൻ ലോകം മുഴുവൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അത്യപൂർവമായ ഒരു സാഹചര്യമാണ്. നമ്മുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ മേഖലയാകെ ഏറെക്കുറെ നിശ്ചലമായ ഈ പരിതോവസ്ഥയെ വിദ്യാഭ്യാസ മേഖലയെ അതിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് ഗാഢമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. വിജ്ഞാന സമ്പാദനം എന്നത് ഏതൊരാളുടെയും ഏറ്റവും പ്രാഥമികമായ ആവശ്യം. അതാർക്കും നിഷേധിക്കാനാവുകയില്ല. പക്ഷേ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നമ്മുടെ അധ്യയനവും പരീക്ഷയും അക്കാദമിക് കലണ്ടറും മൂല്യനിർണ്ണയവും എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വളരെയധികം ഇച്ഛാശക്തിയോടുകൂടി ഈ രോഗത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി മുൻകൈയെടുക്കുന്ന കേരള സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ സംവിധാനങ്ങൾ എങ്ങനെ ഫലപ്രദമായി കൊണ്ടുവരാം എന്ന് ആലോചിക്കാൻ വിദ്യാഭ്യാസ വിചക്ഷണരോട് മറ്റും ആവശ്യപ്പെട്ടു. ഇത് വളരെയധികം ഉത്സാഹത്തോടു കൂടിയും ജാഗ്രതയോടുകൂടിയും ഏറ്റെടുക്കുവാൻ സന്നദ്ധരായ ഒരു കോളേജ് അധ്യാപക സംഘടനയാണ് AKPCT. വളരെ ജനകീയമായ കാഴ്ചപ്പാടുകളോടുകൂടി നമ്മുടെ ഓൺലൈൻ സംവിധാനങ്ങളെ അധ്യയന മേഖലയിലും അധ്യാപനത്തിന്റെ മേഖലയിലും പരീക്ഷയുടെയും മറ്റ് എല്ലാ മേഖലയിലും ഫലപ്രദമായി എങ്ങനെ വിനിയോഗിക്കാമെന്ന് ഈ സംഘടന കുറച്ചു നാളുകളായി നമ്മുടെ അധ്യാപകരെ നമുക്കറിയാം, ഓൺലൈൻ സംവിധാനത്തിൽ ഏറെ ജാഗ്രത ആവശ്യമാണ്. ജാഗ്രത വേണ്ട വിധത്തിൽ പുലർത്തിയില്ലെങ്കിൽ സ്വകാര്യ ഏജൻസികൾ പല വിധത്തിലുള്ള മുതലെടുപ്പ് നടത്താൻ ഇടയുണ്ട്. ലേണിംഗ് ലോക്ക്ഡൗൺ വിത്ത് AKPCTA എന്ന് പറയുന്ന ഈ സംവിധാനം നമ്മുടെ ഏറെക്കുറെ അനിശ്ചിതത്വത്തിലായിരിക്കുന്ന വിദ്യാഭ്യാസ ക്രമത്തെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓൺലൈൻ സംവിധാനം ഫലപ്രദമായും ശരിയായ രീതിയിലും വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹം ഇതിനെക്കുറിച്ച് ഓൺലൈനിലൂടെ എങ്ങനെ പഠനം നടത്താം, എങ്ങനെ അധ്യാപനം നടത്താം എന്നതിനെക്കുറിച്ചൊന്നും വേണ്ടത്ര ജ്ഞാനമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ മനസ്സറിയുന്ന, വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സറിയുന്ന AKPCTA എന്ന് പറയുന്ന അധ്യാപക സംഘടന പൊതുസമൂഹത്തിന് തന്നെ പ്രയോജനപ്പെടുമാറ് ഈ ടീച്ചിങ്ങിന്റെ സംവിധാനം എപ്രകാരമായിരിക്കണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ദശദിന വർക്ക്ഷോപ്പ് സംഘം തന്നെ സംഘടിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ്. ഏത് ദുരിതത്തെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നമ്മൾ നേടിയേ മതിയാവും. ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും നമ്മളെ അഭിമുഖീകരിക്കാം. പ്രളയത്തിൻ്റെയും മറ്റു പലതരത്തിലുള്ള സാഹചര്യങ്ങളാൽ പല മേഖലകളും പല സന്ദർഭത്തിൽ ഇനിയും അനിശ്ചിതത്വത്തിൽ വന്നേക്കാം. ഇത്തരം ഘട്ടത്തിൽ തളരാതെ എല്ലാറ്റിനെയും പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നാം തയ്യാറായേ മതിയാവും. പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് അതിജീവനമാണ്. അതിജീവനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് നേടിക്കഴിഞ്ഞാൽ മാനസികമായും വൈകാരികമായും കരുത്ത് നേടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ഈ ആത്മവിശ്വാസം നേടിക്കൊടുക്കലാണല്ലോ ആത്യന്തികമായി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. തീർച്ചയായും നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ആത്മവിശ്വാസത്തിന്റെ ഉന്നതങ്ങളിലേക്ക്, അധിത്യകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ AKPCTയുടെ ഈ കർമ്മ പദ്ധതി സഹായകമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വർക്ക്ഷോപ്പിന്, ഈ പരിശീലന പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഒരു വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ മേഖലയും. എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിൽ നമുക്ക് ധാരാളം ക്ലാസ് അവേഴ്സ് പോയി, കുട്ടികൾക്ക് ധാരാളം ലെസൺസ് നഷ്ടപ്പെട്ടു. ഇതിനെല്ലാം നമ്മൾ അതിജീവിക്കണം. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം എവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അവിടെയെല്ലാം നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം. നമുക്ക് ക്ലാസ് സിംപിളി ക്ലാസ് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല ഡിജിറ്റൽ കണ്ടൻറ്റ് നമ്മൾ ഉണ്ടാക്കണം അധ്യാപകർ. അതിന് നല്ല ട്രെയിനിങ് വേണം. AKPCT ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ഒരു പ്രവർത്തനമാണ്. അധ്യാപകർക്കും കുട്ടികൾക്കും നല്ല ട്രെയിനിങ് കൊടുക്കുക, അധ്യാപകർക്ക് നല്ല ഡിജിറ്റൽ കണ്ടൻറ്റ് ഉണ്ടാക്കുവാൻ അവരെ നല്ല ട്രെയിനിങ് കൊടുക്കുക, അവരെ അതിന് ഇക്വിപ്പ് ചെയ്യുക. മൂഡിൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് AKPCT ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഐ ടീച്ച് നല്ലൊരു പ്ലാറ്റ്ഫോം. അത് എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മുടെ ടീച്ചേഴ്സിന് മുന്നേ അത് പഠിപ്പിക്കണം. അങ്ങനെ കേരളം should be one of the best in the country in e-teaching, e-learning process. I wish all the best to AKPCT for such an excellent endeavor. Thank you so much. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. Friends, at the outset, let me thank the organizers of this e-learning course, that is the AKPCTA, for asking me to be part of the inaugural session of this 10-day online teaching program. I understand that this program is part of a 3-tier effort by the AKPCTA to help
students, teachers, and the general public to learn more about content creation, editing, other tools for online communication, as well as the theoretical dimensions of online teaching and learning. Today, we are in a situation where online teaching and learning is the only option that is open to us as campuses of universities and colleges remain closed. How long the situation will continue, we are not certain. But at least for the next couple of months, we will have to go the online way. And if we have to do that, I think all of us have to learn more about the technological advances in this field of online communication. Therefore, what we see is that the COVID-19 pandemic has sharpened or accelerated tendencies that were already there in our society and economy. The move towards online learning and teaching was already with us much before COVID-19 came on the scene. Today, the virus has forced us to adopt this new form of technology in order to be able to transact teaching and learning. Therefore, when we go the online way, we have to be equally aware of the pros and cons of online teaching, both for teachers as well as students. I'm sure all these dimensions of the problem will be discussed at length by the galaxy of experts whom you have with you in the course of the next 10 days. Thank you very much. ഡോക്ടർ കെ എം അനിൽകുമാർ, ഡോക്ടർ രാജേഷ് ചന്ദ്രൻ SD, ഡോക്ടർ KS സാജൻ തുടങ്ങിയവരുടെ മാസങ്ങളോളമുള്ള വിശ്രമമില്ലാത്ത പരിശ്രമവും അർപ്പണവുമാണ് ഈ പദ്ധതിയുടെ വിജയത്തിന്റെ മുതൽക്കൂട്ടായത്. അവരെ എല്ലാവരെയും പ്രതിനിധീകരിച്ച് ക്ലാസുകളെക്കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനത്തിനും ശേഷം ഈ പരിപാടിയുടെ നന്ദി രേഖപ്പെടുത്തുവാനും ഡോക്ടർ KM അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനം ലോക്ക്ഡൗണിലോട്ട് പോയപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടി. ആ സമയത്താണ് ലേണിംഗ് ലോക്ക്ഡൗൺ എന്ന പ്രോഗ്രാമുമായി AKPCT എന്ന സംഘടന മുന്നോട്ട് വരികയും ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ ഓൺലൈനായി പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഏകദേശം 1.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇതിന് ഭാഗവാക്കാകുകയും നമ്മുടെ സംഘടനയിൽപ്പെട്ട 1200-ലധികം അധ്യാപകരും ഇതിൽ പങ്കാളികളായി. മുഖ്യമന്ത്രിയുടെ പ്രശംസ പിടിച്ചുപറ്റുന്ന ഒരു പ്രോഗ്രാമായി മാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇത് വിശകലനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ അധ്യാപകർ ഈ പറയുന്ന ഓൺലൈൻ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി, സംഘടനയ്ക്ക് മനസ്സിലായി. ആ ഒരു സമയത്താണ് അധ്യാപകരെ ഓൺലൈൻ ടീച്ചിങ്ങിന് എക്യുപ്പൈ ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എക്കോസിൻ ഇ ടീച്ചിങ് എന്ന പ്രോഗ്രാം സംഘടന നടത്താൻ തീരുമാനിച്ചത്. ഇത് 3 ഘട്ടങ്ങളിലായാണ് നടത്തിയത്. 1-ാം ഘട്ടം സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 80 പ്രതിനിധികളെ വെച്ച് നടത്തുകയും 2-ാം ഘട്ടം AKPCT എന്ന് പറയുന്ന സംഘടനയിലെ അധ്യാപകർക്ക് വേണ്ടി നടത്തുകയും 3-ാം ഘട്ടമായ ഇത് ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന പരിപാടി കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും റിസർച്ച് സ്കോളേഴ്സിനും താല്പര്യമുള്ള എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 3-ാം ഘട്ടം ആരംഭിക്കാൻ പോകുന്നത്. 1-ാം ഘട്ടം മെയ് 9-നാണ് നമ്മൾ തുടങ്ങിയത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ഞങ്ങൾ AKPCT എന്ന സംഘടനയുടെ മുൻകാല നേതാക്കന്മാർ ആശംസകൾ അർപ്പിച്ചു.
അവരുടെ ശക്തമായ പ്രചോദനം ഞങ്ങൾക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. ഈ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ് മൂന്നാം ഘട്ടവും വരുമ്പോൾ ഇത്രയധികം ഒരു പ്രചരണം ഇതിന് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റ് മൂഡിൽ ട്രെയിനിങ് ക്ലാസ്സുകളെ അപേക്ഷിച്ച് ഇവിടെ ലൈവ് ക്ലാസ്സുകളല്ല ഞങ്ങൾ കൊടുക്കുന്നത് എന്ന് തന്നെയാണ്. ടെലിഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ്റെയും ഒപ്പം തന്നെ മൂഡിൽ പ്ലാറ്റ്ഫോമിൻ്റെയും ഒരു സിങ്ക്രണൈസ്ഡ് വേർഷനിലാണ് നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിലും മറ്റു പല മാധ്യമങ്ങളിലൂടെയും ഞങ്ങളുടെ റിസോഴ്സ് പേഴ്സൺസ് കൃത്യമായ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വീഡിയോകളും ചെയ്യുകയും ആ വീഡിയോകൾ മൂഡിൽ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഓരോ പാർട്ടിസിപ്പൻസിനും കൃത്യമായ യൂസർ നെയിം പാസ്വേഡും നൽകിയിട്ടുണ്ട്. അവർക്ക് ആ പാസ്വേഡും യൂസർ നെയിം വഴി ഈ പറയുന്ന മൂഡിൽ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത് കയറാം അവർക്ക് ഇഷ്ടമുള്ള സമയത്ത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തന്നെ അതാത് ദിവസത്തെ മൂഡിൽ ക്ലാസ്സുകൾ വിസിബിളാക്കി തരുന്നുണ്ട്, എനേബിൾ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ പലരും പല തിരക്കുകളുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അല്ലെങ്കിൽ പഠിതാക്കൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് നോക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പാഠഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയം വന്നാൽ ഉടനെ തന്നെ അവർക്ക് അനുവദിക്കപ്പെട്ട ടെലിഗ്രാം ഗ്രൂപ്പിൽ സംശയങ്ങൾ ചോദിക്കാനും ആ സംശയങ്ങൾ അവിടെയുള്ള എക്സ്പേർട്ടുകൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഉത്തരം നൽകാനും സാധിക്കുന്ന തരത്തിലാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത്. അവിടെ വരുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ മൂഡിൽ പ്ലാറ്റ്ഫോമിൽ ഒരു സംശയം ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ 1-to-1, അതായത് ആ പഠിക്കുന്ന ആളും ഇതിൻ്റെ റിസോഴ്സ് പേഴ്സൺ തമ്മിൽ മാത്രമേ ആ സംശയ നിവാരണം നടത്തുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിലാണ് നമ്മളിത് കൊടുക്കുന്നതോടുകൂടി ആ ചോദ്യം വിസിബിൾ ആവുകയാണ്. എല്ലാവർക്കും ആ ഗ്രൂപ്പിലുള്ള 200ഓളം അംഗങ്ങൾക്ക് അത് വിസിബിൾ ആവുകയാണ്. അവർക്ക് ഈ പറയുന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും അവർക്ക് കാണാം. അധ്യാപകൻ കൊടുക്കുന്ന റിസോഴ്സ് പേഴ്സൺ കൊടുക്കുന്ന ആ ഉത്തരം എന്താണെന്നുള്ളത് എല്ലാവർക്കും കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭാവിയിലും കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ ലോക്ക്ഡൗൺ അവസ്ഥ കിടക്കുമ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരാവശ്യമുണ്ട്. ഒരിക്കലും ഇത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല, സപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളൊരർത്ഥത്തിലാണ് നമ്മളിത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ടെലിഗ്രാമും അതുപോലെ തന്നെ മൂഡിൽ ഈ 2 പ്ലാറ്റ്ഫോമുകളും കമ്പൈൻ ചെയ്ത് നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാനുണ്ട്. ഇനി നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ 4 ദിവസം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, ഒരു പവർ പോയിൻ്റ് ആനിമേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം, ഒരു ഓഡിയോ ഫയൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, യൂട്യൂബ് എങ്ങനെ ഉപയോഗിക്കാം, യൂട്യൂബ് ചാനലുകൾ എന്താണ്, ഗൂഗിൾ ക്ലാസ് റൂം എന്താണ്, ഗൂഗിൾ ഫോം എന്താണ്, ഇതിൻ്റെയൊക്കെ അനന്ത സാധ്യതകളെക്കുറിച്ചും വളരെ ഫ്രീ ആയി കിട്ടുന്ന കുറേയധികം സോഫ്റ്റ്വെയറുകൾ ആണ് നിങ്ങളെ ആദ്യത്തെ 4 ദിവസം പരിചയപ്പെടുത്തുന്നത്. 5-ാമത്തെ ദിവസം അല്പം തിയറി പോർഷനാണ് നമുക്ക് കേൾക്കാനുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, വെർച്വൽ ക്ലാസ് റൂമാണ്. അപ്പോൾ ഇവിടെ കുട്ടികളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെയാണ് കുട്ടികളുമായിട്ട് നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കുറച്ച് തിയറി ഭാഗങ്ങൾ 5-ാമത്തെ ദിവസമുണ്ട്. 6-ാമത്തെ ദിവസം മുതൽ 10-ാമത്തെ ദിവസം വരെ നമ്മൾ മൂഡിൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. 6 മുതൽ 10 ദിവസം വരെ മൂഡിൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഓരോ ദിവസവും ഓരോ ചെറിയ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. അസൈൻമെൻറ്റ് അങ്ങനെ 10 ദിവസങ്ങളിലായി 9 അസൈൻമെൻ്റ് ഉണ്ട്. അതിൽ 8 അസൈൻമെൻറ്റ് പൂർത്തീകരിക്കുന്നവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായും സംഘടനാ ഭാഗത്തുനിന്ന് സർട്ടിഫിക്കറ്റ് തരികയും ചെയ്യുന്നതാണ്. ഇതിൽ വരുന്ന ഏറ്റവും പ്രത്യേകത, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ദിവസം, ഒരു ഉദാഹരണത്തിനായി 2-ാമത്തെ ദിവസം നമുക്ക് കോഴ്സ് നോക്കാൻ പറ്റിയില്ല, നമ്മൾ ആ കോഴ്സ് വിട്ടുകളയേണ്ട ആവശ്യമില്ല. 3-ാം ദിവസമായാലും നിങ്ങൾക്ക് 2-ാമത്തെ ദിവസത്തെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ 10 ദിവസം സമയം കൊണ്ട് സാവധാനം നിങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ എത്ര സമയം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് അത് പഠിച്ചാൽ മതി. സെൽഫ് പേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് മറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാവുന്നത്. 3-ാം ഘട്ടം എത്തി നിൽക്കുകയാണ്. ഇതിൻ്റെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ വളരെയധികം ആളുകൾ ഈ പ്രോഗ്രാമുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. മറ്റ് കോഴ്സുകളെ അപേക്ഷിച്ച് ഈ കോഴ്സിൽ നമ്മളൊരു സോഷ്യോ എക്കണോമിക്കൽ ഒരു ആസ്പെക്റ്റും കൂടി കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല പ്രമുഖ വ്യക്തികളുടെയും ചെറിയ
പ്രസംഗം അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളും ഓരോ ദിവസവും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നിട്ടുള്ള വ്യക്തികളിൽ ഏറ്റവും പ്രധാനിയാണ് ബഹുമാനപ്പെട്ട കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് സാറ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദാമോദർ പ്രസാദ് സാർ, ബിനീത തമ്പി, മീര ടി പിള്ളൈ, ഡോക്ടർ അരവിന്ദൻ സാർ, ഗണേശ് സാർ, പിന്നെ ഇന്ന് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇക്ബാൽ മാഷ്. ഇവരെല്ലാവരും നമുക്ക് ടെക്നിക്കൽ അല്ലാതെ എന്താണ് ഇതിൻ്റെ സോഷ്യൽ ആസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്ന 8ഓളം ക്ലാസ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതും ഈ കോഴ്സിൻ്റെ ഭാഗമായി നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത്രയധികം തിരക്കുകൾക്കിടയിലും അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സംഘടനയുടെ പേരിലും ടെക്നിക്കൽ കമ്മിറ്റിയുടെ പേരിലും അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയുടെ 1ാം ഘട്ടത്തിൽ നമുക്കൊരു റിസോഴ്സ് പേഴ്സണായിട്ട് വന്നിട്ടുള്ള മഹനീയ വ്യക്തിത്വമാണ് ഡോക്ടർ ബി ഇക്ബാൽ സാർ. സാറാണ് 3ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനമായി വന്നതും. സാറിൻ്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം നമ്മൾ കേട്ടതാണ്. സാറിനെയും ടെക്നിക്കൽ കമ്മിറ്റിയുടെ പേരിലും സംഘടനയുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. 3ാം ഘട്ട ഉദ്ഘാടന വേളയിൽ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് കേരള സംസ്ഥാനത്തെ 3 സർവകലാശാലയിലെ VC-മാർ ആശംസകൾ അറിയിച്ചിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സാബു സാർ, സാറിന് സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലെ അനിൽ വള്ളത്തോൾ സാർ, സാറിനെയും സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയിലെ ഗോപിനാഥൻ സാറിനെയും സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ നൽകിയത് സംഘടനയുടെ പ്രവർത്തക സമിതി അംഗങ്ങളാണ്. പ്രവർത്തക സമിതി അംഗങ്ങളെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. 1ാം ഘട്ടം പരിപാടി ആരംഭിക്കുമ്പോൾ AKPCT എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഹരികുമാർ സാറായിരുന്നു. സാറിന് ടെക്നിക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പത്മനാഭൻ സാർ. സംഘടനയുടെ പേരിലും ടെക്നിക്കൽ കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദി അദ്ദേഹത്തിന് അറിയിക്കുന്നു. നിലവിലുള്ള ജനറൽ സെക്രട്ടറി ഇന്ദുലാൽ സാർ. സാറായിരുന്നു ഈ പരിപാടി തുടങ്ങുമ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ. ഇപ്പോഴും സാറ് തന്നെയാണ് സ്റ്റേറ്റ് കോർഡിനേറ്റർ. എല്ലാ തരത്തിലുമുള്ള ഊർജവും ആത്മവിശ്വാസവും നൽകാൻ സാറ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സാറിന് ടെക്നിക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് 4 മേഖലകളും 4 യൂണിവേഴ്സിറ്റികളിലെയും മേഖലാ സെക്രട്ടറിമാരാണ്. അവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഈ അവസരത്തിൽ. പിന്നെ ഇതിൻ്റെ റിസോഴ്സ് പേഴ്സൺസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ കമ്മിറ്റിയിലുള്ളത് ഞങ്ങൾ 3 പേരാണ്. ഞാനും ഡോക്ടർ രാകേഷ് ചന്ദ്രൻ SC കോളേജിലെയും അതുപോലെ തന്നെ സാജൻ സാർ NSS ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലത്തെയും. അവർ 2 പേരുമാണ് കൂടുതൽ ക്ലാസ്സുകളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരെയും ഈ അവസരത്തിൽ ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കാൻ സഹായിച്ച അവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം തന്നെ ഈ പരിപാടി 1ാം ഘട്ടത്തിൽ നിന്നും 2ാം ഘട്ടത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറേയധികം പുതിയ കോർഡിനേറ്റർമാരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 3ാം ഘട്ടത്തിലോട്ട് വന്നപ്പോൾ വീണ്ടും കോർഡിനേറ്റർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ കോർഡിനേറ്റർമാരുടെയും സേവനത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ കേരളത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യയിൽ പല ഭാഗത്തു നിന്നുള്ള പാർട്ടിസിപ്പൻസ് ഇതിനകത്ത് ഇപ്പോൾ 3ാം ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് കേരളത്തിലുള്ളതും ആയിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും കൃത്യമായി 10 ദിവസം ഉപയോഗിച്ചുകൊണ്ട് ഈ കോഴ്സ് പൂർത്തീകരിക്കുകയും നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ക്ലാസ് മുറികളിലോട്ട് നിങ്ങൾ എത്തിച്ച് നമ്മുടെ കുട്ടികളെ ഏതൊക്കെ രീതിയിൽ അവരെ വിദ്യ എൻറിച്ച് ചെയ്യാവോ ആ രീതിയിലൊക്കെ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.